إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഖാല അല്ലാഹു അസ്സ വജൽ വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയിൽ സമാധാനമായി കിടന്നുറങ്ങുവാൻ വേണ്ടി നിങ്ങൾക്കൊരിടം നൽകിയിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ്. ശാന്തിയോടെ സമാധാനത്തോടുകൂടി നിർഭയരായി ഒരു വീട്ടിൽ കിടന്നുറങ്ങുവാനുള്ള അവസരം ഒരു മനുഷ്യന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ فذلك من جميل فضل الله سبحانه وتعالى, അത് അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. ഒരു മനുഷ്യൻ തൻ്റെ കുടുംബവുമായി വസിക്കുന്ന ഭവനം, ആ വസിക്കുന്ന ഇടം അള്ളാഹുവിനെ സ്മരിക്കുന്നതും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നതുമായ ഇടമായിരിക്കണം. എന്നാൽ തിന്മകൾക്കും പടച്ചറബ്ബ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾക്കുമുള്ള സങ്കേതമായി അത് മാറുവാൻ പാടില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസലുൽ ബൈത്തില്ലദീ യുസ്കറുല്ലാഹു ഫീഹി വൽബൈത്തില്ലദീ ലാ യുസ്കറു ഫീഹി കൽഹയ്യി വൽമയ്യിത്ത് മസലുൽ ഹയ്യി വൽമയ്യിത്ത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായി സ്മരിക്കപ്പെടുന്നതായ ഒരു ഭവനവും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാത്തവരുടെ ഭവനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, വലിയ അന്തരമുണ്ട്. അതൊരു ജീവനുള്ള മനുഷ്യന്റെയും മരിച്ച മനുഷ്യന്റെയും ഉദാഹരണത്തെ പോലെയാണ്. അഥവാ ഒരാളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വീട്ടിൽ അള്ളാഹുവിൻ്റെ സ്മരണയില്ല എങ്കിൽ അതൊരു മഖ്ബറയെ പോലെയാണ് എന്ന് പ്രമാണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കപ്പെടാത്തതായ ഭവനമാണെങ്കിൽ അത് മരിച്ചവരെ പോലെയാണ് എന്ന്.
عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال لا تجعلوا بيوتكم مقابر لا تجعلوا بيوتكم مقابر إن الشيطان ينفر من البيت الذي تقرأ فيه سورة البقرة رواه الإمام مسلم. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഒരിക്കലും നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾ മഖ്ബറകളെ പോലെയാക്കി തീർക്കരുത്. നമുക്കറിയാവുന്നതുപോലെ മഖ്ബറയിൽ വെച്ച് സുജൂദും റുകൂവുമുള്ള നമസ്കാരങ്ങളോ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണമോ ഒന്നും അനുവദിക്കപ്പെടാത്ത ഇടമാണ് മഖ്ബറ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ അള്ളാഹുവിന്റെ സ്മരണ കുറയുന്ന മഖ്ബറകളെ പോലെ നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾ ആക്കി തീർക്കരുത്. ലാ തജ്അലൂ ബുയൂതകും മഖാബിർ. എന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. കാരണം സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന ഭവനങ്ങളിൽ നിന്ന് പിശാച് ഓടിപ്പോകുമെന്നാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അള്ളാഹുവിന്റെ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടാത്ത, ദിക്റുകളില്ലാത്ത, ദുആകളില്ലാത്ത ഒരു ഭവനം, സംഗീതവും അതുപോലെ മോശപ്പെട്ട സംഗതികളുമായി മാത്രം അഭിരമിക്കുന്നതായ ഒരു ഭവനം, അവിടെ അള്ളാഹുവിന്റെ എന്ത് അനുഗ്രഹം ഇറങ്ങണമെന്നാണ് ആ വീടിന്റെ ആളുകൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ പടച്ച റബ്ബ് അനുഗ്രഹിച്ച് സമാധാനമുള്ള, നാളെ പരലോകത്തും വിജയം ലഭിക്കുന്നവരായ, ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി ദുനിയാവിലും ആഖിറത്തിലും വസിക്കാൻ സാധിക്കുന്ന ആളുകളുടെ ഭവനമാണ് എങ്കിൽ അത് അള്ളാഹുവിനെ സ്മരിക്കപ്പെടുന്ന ഭവനമാണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യക്കാരനായ വളരെ അറിയപ്പെട്ട പണ്ഡിതനാണ് ഇമാം അബ്ദുറഹ്മാൻ മുബാറക് ഫൂരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം തന്റെ തുഹ്ഫത്തുൽ അഹ്വദി എന്ന് പറയുന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഐ ലാ തജ്അലൂ ബുയൂതകും ഖാലിയതൻ അനിൽ ദിക്രി വത്ത്വാഅ. നിങ്ങളുടെ ഭവനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്നതിൽ നിന്നും അല്ലാഹുവിന് ഇഷ്ടമുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ഇടമാകുന്നതിൽ നിന്നും ഒഴിവാക്കരുത്. വീടുകളിൽ നിന്ന് നല്ല കാര്യങ്ങളും അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകളും നിങ്ങൾ ഒഴിവാക്കരുത്. ഫതകൂനു കൽ മഖാബിർ. അപ്രകാരം നിങ്ങൾ ഒഴിവാക്കി കളഞ്ഞാൽ അത് മഖ്ബറയെ പോലെയായി തീരും. വതകൂനൂന കൽ മൗതാ ഫീഹാ. അവിടെ ആ മഖ്ബറയിൽ മരിച്ചു കിടക്കുന്ന മയ്യിത്തുകളെ പോലെ നിങ്ങൾ ആയിത്തീരുകയും ചെയ്യും. അള്ളാഹുവിനെ സ്മരിക്കുവാനോ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഓർക്കുവാനോ സാധിക്കാത്ത മരിച്ച മനുഷ്യരായി ആ വീട്ടിൽ വസിക്കുന്നതായിരിക്കും നിങ്ങളുടെ അവസ്ഥയെന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്അലൂ മിൻ സ്വലാത്തികും ഫീ ബുയൂതികും വലാ തത്തഖിദൂഹാ മഖാബിർ വലാ തത്തഖിദൂഹാ ഖുബൂറാ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളുടെ നമസ്കാരത്തിന്റെ ഒരു വിഹിതം നിങ്ങളുടെ ഭവനത്തിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഫർദ് നമസ്കാരങ്ങൾ പള്ളിയിലും സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠം അവരുടെ വീടുകളുമാണ്. ആ വീടുകളിൽ വെച്ച് നിങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ സുന്നത്ത് നമസ്കാരങ്ങൾ നിങ്ങൾ നിർവഹിക്കണം. അതുപോലെ തന്നെ വീട്ടിലുള്ള സഹോദരിമാർ, അവരെ സംബന്ധിച്ചിടത്തോളം സമയമായാൽ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ടാൽ കൃത്യസമയത്ത് നമസ്കരിക്കണം. അങ്ങനെ നമസ്കാരമുള്ള വീടായിരിക്കണം അത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്അലൂ മിൻ സ്വലാത്തികും ഫീ ബുയൂതികും. നിങ്ങളുടെ നമസ്കാരത്തിന്റെ ഒരു വിഹിതം നിങ്ങളുടെ വീട്ടിലും ഉണ്ടായിരിക്കണം. വലാ തത്തഖിദൂഹാ ഖുബൂറാ. നിങ്ങൾ ഒരിക്കലും തന്നെ ഖബറുകളെ പോലെ നിങ്ങളുടെ വീടുകളെ ആക്കി തീർക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന വേളയിൽ എഴുന്നേറ്റ് തന്റെ കുടുംബത്തെയും വിളിച്ചുണർത്തി അള്ളാഹുവിന് വേണ്ടി ഒരു 3 റക്അത്തെങ്കിലും വിത്ർ നമസ്കരിക്കാനെങ്കിലും ഒരാൾക്ക് സാധിക്കുന്നുവെങ്കിൽ എത്രമാത്രം വലിയ പ്രതിഫലവും അനുഗ്രഹവുമായിരിക്കും ആ മനുഷ്യനെ കാത്തിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുനിയാവിൽ നമ്മൾ നേടിയെടുത്തതായ ഒരുപാട് സമ്പാദ്യവും നമ്മൾ കാണുന്നതായ നമ്മളുടെ നേട്ടങ്ങളും ഇതല്ല പരലോകത്ത് നമുക്ക് ഗുണം ചെയ്യുന്നതായ കാര്യം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ ഉണർത്തുന്ന ഒരു വചനമുണ്ട്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അറ്റല്ലാഹ ബിഖൽബിൻ സലീം. അന്നേ ദിവസം
ഒരു മനുഷ്യൻ അവന്റെ ധനമോ അവന്റെ മക്കളോ സന്താനങ്ങളോ കുടുംബങ്ങളോ ഒന്നും തന്നെ അവന് ഉപകരിക്കാത്തതായ ഒരു ദിവസം അല്ലേ? അവരുടെ പ്രാർത്ഥന അവർക്ക് ലഭിക്കും, പക്ഷെ അന്നേ ദിവസം ഒരു മനുഷ്യനെ രക്ഷിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ആ ദിവസത്തിൽ ആർക്കാണ് വിജയമുള്ളത്? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഉടമയായി, പടച്ചന റബ്ബിനെ സ്മരിക്കുന്നതായ ഹൃദയത്തിന്റെ ഉടമയായി, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തി ഹൃദയത്തിലുള്ള സലീമായ ഹൃദയത്തിന്റെ ഉടമയായി പടച്ചറബിന്റെ മുന്നിൽ വരുന്നവർക്കാണ് അന്നേ ദിവസം വിജയിക്കാൻ സാധിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളുടെ ഭവനങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുന്ന, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന, ദിക്റുകളുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലപ്പെടുന്ന നല്ല ഭവനങ്ങളായി മാറാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളുടെ വീടുകളിൽ നമ്മളുടെ മക്കളും നമ്മളുടെ കുടുംബവും നമ്മളുമൊക്കെ വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുകയും ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ഇരുന്ന് അള്ളാഹുവിനെ സ്മരിക്കുകയും ദിക്റുകൾ ചൊല്ലുകയും ചെയ്യണം. ഇത് പ്രത്യേകമായി സൂചിപ്പിക്കുന്നത് ഇന്ന് ആളുകളെല്ലാവരും പല കാര്യങ്ങളിലും മുഴുകിയിരിക്കുകയാണ്. ഇൻ്റർനെറ്റും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും ഇതിലൊക്കെ മുഴുകിയിരിക്കുകയാണ്. ഖുർആനൊന്നും ഒരു ദിവസം എടുത്തു നോക്കാൻ പോലും ആർക്കും സമയം കിട്ടുന്നില്ല. എന്തിനാണ് സമയം പോകുന്നതെന്ന് ആലോചിച്ചാൽ ആൾക്കാർക്കൊരു ഉത്തരവുമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ നമ്മളുടെ മക്കൾക്ക് മാതൃകയാണ്. നല്ല രൂപത്തിൽ സമാധാനത്തോടുകൂടി നല്ല നിലയ്ക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അത്തരം കാര്യങ്ങൾക്ക് അവർക്ക് പ്രോത്സാഹനം നൽകി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും ദുആ ചെയ്യാനും ഒക്കെ അവരെ പഠിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം, വഅ്മുർ അഹ്ലക ബിസ്സലാഹ് വസ്തബിർ അലൈഹാ. നീ നിന്റെ കുടുംബത്തോട് നമസ്കാരം കൽപ്പിക്കുകയും ആ കൽപ്പിക്കുന്നതിൽ നിന്ന് ക്ഷമ കാണിക്കുകയും ചെയ്യണം. മക്കളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് നല്ല രൂപത്തിൽ അവർക്ക് ഉപദേശങ്ങൾ നൽകി അവർക്ക് മാതൃകയായി കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് അത് അവരിൽ ഉണ്ടാകാൻ വേണ്ടി കുറച്ച് സമയവും കാലവും ആവശ്യമാണ്. അതിനുള്ള പരിശ്രമത്തിൽ ക്ഷമയോടുകൂടി നീ തുടരണമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദുആ ചെയ്യുമ്പോൾ നമ്മളുടെ വീട് നന്നാകാൻ വേണ്ടി, മക്കൾ നന്നാകാൻ വേണ്ടി, കുടുംബം നന്നാകാൻ വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ ആയിരുന്നു, വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും നീ എന്നെയും എൻ്റെ മക്കളെയും കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതൃക നമുക്ക് മുമ്പിലുണ്ട്. അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ഏത് നിമിഷവും ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകാൻ തയ്യാറായവരായി, അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകുമ്പോൾ അള്ളാഹുവിങ്കിലേക്ക് സാമീപ്യം ലഭിച്ചവരായി മടങ്ങിപ്പോകാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞോ അറിയാതെയോ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നമുക്ക് പുറത്തു വരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا المستضعفين في فلسطين، اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا. اللهم اجمع كلمتهم ووحد صفوفهم وسدد رميهم. اللهم اشف مرضاهم وداو جرحاهم وأطعم جائعهم واكس عاريهم برحمتك يا أرحم الراحمين. اللهم عليك باليهود الظالمين، اللهم عليك باليهود الظالمين. اللهم خذهم أخذ عزيز مقتدر وأرنا فيهم عجائب قدرتك
يا قوي يا متين. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.